ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അക്കാഡമിക് ടോപ്പിക്കല്ല, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആൾക്കാരും പറയുന്ന കാര്യമാണ് സക്സസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. എന്താണ് സക്സസ്, എന്താണ് സ്മാർട്ട് വർക്ക്, എന്താണ് ഹാർഡ് വർക്ക് എന്നൊക്കെ പറയും. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എന്താണ് സക്സസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് ചോദിച്ചാൽ, എനിക്ക് പറയാനുള്ളത് ഏറ്റെടുത്ത കാര്യം ടൈം ബൗണ്ടഡായിട്ട് ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അയാളാണ് സക്സസ്. അത് എന്ത് കാര്യമാവാം, പഠനമാവാം, CA പരീക്ഷയാവും, CMA പരീക്ഷയാവും, CS പരീക്ഷയാവും, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇനി ഈവൺ ഒരു ജിമ്മിന് പോകാൻ വേണ്ടിയിട്ടാവാം, ഇനി ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ എന്താണോ, എന്ത് കാര്യമായാലും കുഴപ്പമില്ല. ഏത് കാര്യമായാലും ഏറ്റെടുത്ത കാര്യം ടൈം ബൗണ്ടഡായിട്ട് സമയബന്ധിതമായിട്ട് ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരൊക്കെ സക്സസ് ആണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. പക്ഷേ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം, ഞാൻ 2010 മുതൽ ഈ ടീച്ചിങ് ഫീൽഡിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളൊരു ഡയലോഗുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് CA പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം, അല്ലെങ്കിൽ CMA പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം കാണുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റാറ്റസോ ആയിട്ടൊക്കെ കാണുന്ന, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു സ്റ്റാറ്റസാണ്, ഐ ആം നോട്ട് എ ഫെയിലിയർ, മൈ സക്സസ് ഈസ് പോസ്റ്റ്പോൺഡ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആരാണ് നമ്മളുടെ സക്സസ് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പൽ ചെയ്യുന്നത്? പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ, അല്ലെങ്കിൽ എക്സാം നടത്തുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരാണോ? അങ്ങനെ ആരെങ്കിലും ആണോ നിങ്ങളെ സക്സസ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്? അല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ സക്സസ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പം നമ്മൾ പല എൻഗേജ്മെൻറ്റ്സിൽ ഏർപ്പെടും, പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഏർപ്പെടും. അങ്ങനെ എൻ്റർടൈൻമെൻറ്റിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ എക്സാമിൻ്റെ ഏകദേശം ഒരു കട്ട് ഓഫ് ഡേറ്റ് വരുമ്പോഴാണ് നമ്മൾ ആ പ്രിപ്പറേഷൻ മോഡിലേക്ക് പോവുക. പൊതുവേ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെ ചെയ്തു തുടങ്ങും, പക്ഷേ എന്നാൽ പ്രിപ്പറേഷൻ ഒരു സാറ്റിസ്ഫാക്ടറി മോഡിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ എക്സാമിന് അടുപ്പിച്ച് നമ്മളങ്ങ് ഡിസൈഡ് ചെയ്യണമെന്ന്, ഞാൻ ഇപ്രാവശ്യം ഒരു ഗ്രൂപ്പ് എഴുതുന്നുള്ളൂ. 2 ഗ്രൂപ്പ് എഴുതാൻ ഉദ്ദേശിച്ച ആൾ ഒരു ഗ്രൂപ്പാക്കും, ഒരു ഗ്രൂപ്പ് എഴുതാൻ ഉദ്ദേശിച്ച ആൾ, പ്രത്യേകിച്ച് CA ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു പേപ്പറിന് എക്സംഷൻ പഠിക്കുക, അല്ലെങ്കിൽ 2 പേപ്പറിന് എക്സംഷൻ പഠിക്കാം, ബാക്കി 2 പേപ്പർ അടുത്ത പ്രാവശ്യമൊക്കെ എഴുതാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇനി ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. പ്രത്യേകിച്ച് CA പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള വാർത്തയാണ്. മെയ് 1 തുടങ്ങേണ്ട എക്സാം ജൂൺ 20 പോസ്റ്റ്പോൺ ചെയ്തു. പ്രത്യേകിച്ച് IPCC CA ഫൈനൽ പഠിക്കുന്ന കുട്ടികൾക്ക് CA ഫൈനൽ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ജൂലൈ 19 ഇൻ്റർമീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 20 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 ദിവസത്തോളം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഓൾമോസ്റ്റ് ഓൾ ടുഗദർ ഈ 50 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, പൊതുവേ ഇപ്പം നിങ്ങളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾ പറയും, എക്സാമിന് എപ്പോഴാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്? ഒരു 50% ആൾക്കാർ എന്തായാലും പറയും എക്സാമിൻ്റെ ലാസ്റ്റ് 2 ദിവസം, കട്ട് ഓഫ് ഡേറ്റിന് 2 ദിവസം മുമ്പാണ് ചെയ്തതെന്നൊക്കെ പറയും. മിക്ക ആൾക്കാരും ലാസ്റ്റ് ഡേറ്റിനാണ് എന്ത് ചെയ്യുക, എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി ഇങ്ങനെ നമുക്കൊരു എക്സാമിന് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് കിട്ടിയാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? എനിക്ക് ആദ്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ എക്സാമിൻ്റെ ഡേറ്റ് മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ, പഠിക്കാനുള്ള സിലബസിൽ ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. 2, ഇനി ആരെന്ത് എങ്ങനെ ചെയ്താലും എക്സാം എഴുതേണ്ടത് നമ്മളതാണ്. 3, നാളെ പഠിച്ചാലും ഒരാഴ്ച കഴിഞ്ഞ് പഠിച്ചാലും 10 ദിവസം കഴിഞ്ഞ് പഠിച്ചാലും 100 ദിവസം കഴിഞ്ഞ് പഠിച്ചാലും എക്സാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറത്ത് ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എൻറോൾ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊന്നും പ്രസക്തിയില്ല. കാരണം നിങ്ങൾ എന്താണോ തുടങ്ങി വെച്ചത് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഏത് കോഴ്സ് പഠിക്കുന്നവരുണ്ടെങ്കിലും അതിൻ്റെ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻ്റൊക്കെ ശരിക്കും തിരിച്ചറിയുന്ന ആൾക്കാരാണ് കുട്ടികൾ. ഇത് പാസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ടൈമിൽ എക്സാം ക്വാളിഫൈ ചെയ്യണം. ഇനി അഥവാ ഇപ്രാവശ്യം എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിലും വലിയ പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നില്ല. കാരണം ഒരു പണിയും ഇല്ലാതെ വീട്ടിലിരുന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു എൻഗേജ്മെൻറ്റ്സും ഇല്ല, അതാണ് ഏറ്റവും വലിയ സത്യതാണ്. ഒരു എൻഗേജ്മെൻറ്റ്സും ഇല്ലാതെ വെറും വീട്ടിലിരിക്കുമ്പോൾ ഈ 50 ദിവസം അഡീഷണൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എക്സാം എഴുതിയിട്ട് പാസ്സാവാതെ ഐ ആം നോട്ട് എ ഫെയിലിയർ, മൈ സക്സസ് ഈസ് പോസ്റ്റ്പോൺഡ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുമ്പം ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, സക്സസിൻ്റെ മീനിങ് ഇതാണ്. ടൈം ബൗണ്ടഡായിട്ട് ആരാണോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരൊക്കെ സക്സസ് ആണെന്നാണ് എൻ്റെ പോളിസി. നിങ്ങൾക്ക് അങ്ങനെ സക്സസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇനിയൊരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുത്തിക്കാതെ ഈ ടൈമിൽ നിങ്ങൾ എഴുതുന്ന ഇൻ്റർമീഡിയറ്റ്, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ ഏത് എക്സാം വേണമെങ്കിലും ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനെല്ലാ ആളും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇതൊക്കെ.
എന്തായാലും ആരും മടി കൂടാതെ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ പഠിക്കുക. സ്കിപ്പ് ചെയ്ത് പഠിക്കുന്ന സമയം ഇതൊക്കെ ഒഴിവാക്കുക. നന്നായിട്ട് എല്ലാം കവർ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൺസേൺഡ് ഫാക്കൾട്ടീസിനെ വിളിച്ച് ചോദിച്ചിട്ടോ എല്ലാം വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടോ എങ്ങനെയെങ്കിലും അത് ക്ലിയർ ചെയ്യുക. ഇങ്ങനൊരു ചാൻസ് ഇതുവരെ CA പഠിക്കുന്ന ഒരു കുട്ടികൾക്കും കിട്ടിയില്ല. ഇത്രയും ഡേറ്റ് എക്സ്റ്റൻഷനൊന്നും കിട്ടിയില്ല. ചിലപ്പോൾ ഒരു പരീക്ഷയൊക്കെ മാറ്റി വെക്കാറുണ്ട്. ഇത് കംപ്ലീറ്റ് പരീക്ഷയും മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത് CAയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു. ഇത് CMA കുട്ടികൾക്കും ബാധകമാണ്, അതേപോലെ CS പഠിക്കുന്ന കുട്ടികൾക്കും ബാധകമാണ്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ബാധകമാണ്. ഡിഗ്രിക്കാരുടെ കാര്യം ഞാൻ എടുക്കുന്നില്ല, കാരണം അവർ ആ ഒരു സീരിയസ്നെസ്സിലേക്കൊന്നും മിക്കവാറും എത്താറില്ല. എനിവേ, ഇങ്ങനെ ഒരു ടൈം എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സക്സസ് ആണോ ഫെയിലിയർ ആണോ നിങ്ങൾ തീരുമാനിക്കണം. സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സക്സസ് ആണ്, സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ഫെയിലിയർ ആണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.